സാത്താൻ്റെയും തിന്മയുടെയും ആധിപത്യം എന്നേക്കുമായി മാറ്റപ്പെടുന്നു. പൂർണ്ണമായും ലോകം ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലേക്ക് വരുന്നു. അവസാനത്തെ ശത്രുവും നശിപ്പിക്കപ്പെടുന്നു. ഇത് പറയുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന ആശ്വാസവും ആനന്ദവും വാക്കുകൾക്കും വിവരണങ്ങൾക്കും അതീതമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ഞാൻ ഡാനിയേലച്ചൻ. ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാന പഠനത്തിലേക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥനയോടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെളിപാട് പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൽ നമ്മൾ 15-ാമത്തെ വാക്യം വരെയാണ് കാണാനായിട്ട് പരിശ്രമിച്ചത്. ഇന്ന് വെളിപാട് 11-ന്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. 7-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സ്വർഗത്തിൽ വലിയ സ്വരങ്ങളുണ്ടായി. ലോകത്തിൻ്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിൻ്റേതും അവിടുത്തെ അഭിഷിക്തൻ്റേതും ആയിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും ഭരിക്കും. 7-ാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ സ്വർഗത്തിൽ വലിയ ആഹ്ലാദാരവമുണ്ടായത് ലോകത്തിൻ്റെ ഭരണം പൂർണ്ണമായും ദൈവത്തിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും കരങ്ങളിലേക്ക് മാറ്റപ്പെട്ടു എന്ന അറിവിലാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ലോകം എന്താണ് എന്ന് ഞാൻ വിശദീകരിച്ചിരുന്നു. ആ ലോകം പിതാവിൻ്റേതും ക്രിസ്തുവിൻ്റേതുമായി മാറ്റപ്പെടുന്നതിൻ്റെ സന്തോഷമാണ് സ്വർഗത്തിൽ ഉയർന്നു കേട്ടത് എന്ന് നമ്മൾ കണ്ടു. ഇവിടെ ഈ വാക്യത്തിൽ നമ്മുടെ കർത്താവിൻ്റേതും അവിടുത്തെ അഭിഷിക്തൻ്റേതും എന്ന ആ പ്രയോഗം നമ്മൾ കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. വെളിപാട് 11-ന്റെ 15-ലെ 7-ാമത്തെ ദൂതൻ കാഹളം മുഴക്കുമ്പോൾ സ്വർഗത്തിൽ വലിയ സ്വരങ്ങളുണ്ടാകുമ്പോൾ അവർ പറയുന്നത് ലോകത്തിൻ്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിൻ്റേതും അവിടുത്തെ അഭിഷിക്തൻ്റേതും ആയിരിക്കുന്നു. ഈ പ്രയോഗം എന്താണ്? കർത്താവിൻ്റേതും അവിടുത്തെ അഭിഷിക്തൻ്റേതും. ഈ ഫ്രേസ് നമ്മൾ ബൈബിളിൽ കാണുന്നത് സങ്കീർത്തനം 2-ലാണ്. 2-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. സങ്കീർത്തനം 2 വാക്യം 2. 1 മുതൽ വായിക്കാം. ജനതകൾ ഇളകി മറിയുന്നതെന്തിന്? ജനങ്ങൾ എന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? 2-ാമത്തെ വാക്യം. കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും എതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു, ഭരണാധിപന്മാർ കൂടി ആലോചിക്കുന്നു. സങ്കീർത്തനം 2:2. കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും എതിരെ. 2-ാം സങ്കീർത്തനം വിവരിക്കുന്നത് ദാവീദിൻ്റെ പിൻഗാമിയായി സിയോൻ മലയിൽ ഒരു രാജാവ് വാഴിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ്. കുറച്ചുകൂടി വിശദമായി വ്യക്തമായി പറഞ്ഞാൽ, വിജാതീയ രാജാക്കന്മാരുടെ എതിർപ്പുകൾക്ക് നടുവിൽ ദാവീദിൻ്റെ പിൻഗാമിയായ രാജാവ് സിയോൻ മലയിൽ രാജാവായി വാഴിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള സങ്കീർത്തനമാണ് 2-ാം സങ്കീർത്തനം. അത് വെളിപാട് പുസ്തകത്തിൽ ഈ കോണ്ടെക്സ്റ്റിൽ സത്യത്തിൽ ആ സങ്കീർത്തനത്തിലെ പ്രവചനം പൂർത്തിയാവുകയാണ്. നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ബൈബിൾ പഠിക്കുമ്പോൾ ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണം ഇങ്ങനെ മനോഹരമായി സംഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നത്. 10,000-കണക്കിന് ബൈബിളിലെ പ്രവചനങ്ങളെ പൂർത്തിയാക്കിക്കൊണ്ടാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതും പരസ്യജീവിതം നിറവേറ്റിയതും കുരിശിൽ മരിച്ചതും പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങിപ്പോയതും. ക്രിസ്തുവിൻ്റെ രക്ഷാകര യാത്രയിലെ എല്ലാ സംഭവങ്ങളും പഴയ നിയമത്തിൽ പലവിധങ്ങളിൽ പ്രവചനങ്ങളായി മറഞ്ഞിരിപ്പുണ്ട് എന്ന ഒരു സത്യം കൂടി ആഹ്ലാദത്തോടെ തിരിച്ചറിയാൻ ഈ സങ്കീർത്തനം 2:2 ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കഴിയുന്നു. അതുപോലെ തന്നെ 2-ാം സങ്കീർത്തനം മാത്രമല്ല, ഈ കർത്താവും അവിടുത്തെ അഭിഷിക്തനും ലോകത്തിൻ്റെ ഭരണം തിരികെ എടുക്കുന്നു എന്ന ആ ആശയം ബൈബിളിലെ പഴയ നിയമത്തിലെ മറ്റൊരു ഭാഗത്തിൻ്റെ പൂർത്തീകരണം കൂടിയായി മാറുകയാണ്. അത് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളാണ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെപ്പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനനായവൻ്റെ മുമ്പിൽ ആനയിച്ചു. എല്ലാ ജനങ്ങളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജത്വം
അനശ്വരമാണ്. ദാനിയേലിൻ്റെ പ്രവചനത്തിലെ പുരാതനനായ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ആനയിക്കപ്പെട്ട മനുഷ്യപുത്രൻ എല്ലാ ആധിപത്യവും മഹത്വവും രാജ്യത്വവും നൽകപ്പെട്ട് എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കുന്ന, അവൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്ത അനശ്വരമായ രാജ്യത്തിൻ്റെ രാജാവായി മാറുന്ന ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ് വെളിപാട് 11:15. സാത്താൻ്റെയും തിന്മയുടെയും ആധിപത്യം ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി മാറ്റപ്പെടുന്നതിൻ്റെ പ്രഖ്യാപനമാണിത്. പൂർണ്ണമായും ലോകം ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലേക്ക് വരുന്നതിൻ്റെ ആനന്ദം. ഇവിടെ അവസാനത്തെ ശത്രുവും നശിപ്പിക്കപ്പെടുകയാണ്. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന ആശ്വാസവും ആനന്ദവും വാക്കുകൾക്കും വിവരണങ്ങൾക്കും അതീതമാണ്. ഇനി ക്രിസ്തുവിലൂടെ ആഗതമാകുന്ന ഈ രാജ്യം, ഈ ദൈവരാജ്യം ഒരാത്മീയ രാജ്യം മാത്രമായി കാണരുത്. ഒരിക്കൽ കൂടി പറയാം, ഇതൊരാത്മീയ രാജ്യം മാത്രമല്ല, മറിച്ച് അതെല്ലാ തരത്തിലുള്ള തിന്മകളുടെയും, അത് ഭൗതിക തിന്മയാവട്ടെ, ഒരു സാമ്പത്തിക തിന്മയാവട്ടെ, സാമൂഹിക തിന്മകളാവട്ടെ, രാഷ്ട്രീയ തിന്മകളാകട്ടെ, എല്ലാ തരത്തിലുള്ള തിന്മകളുടെയും എന്നേക്കുമായുള്ള അവസാനം കൂടിയാണ് ക്രിസ്തുവിൻ്റെ രാജ്യ പൂർത്തീകരണം നമ്മളെ അനുഭവിപ്പിക്കുന്നത്. ഇനി നമുക്ക് വെളിപാട് 11:16 വായിക്കാം. അപ്പോൾ ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിലിരിക്കുന്ന 24 ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം പ്രണമിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എന്തെന്നാൽ അങ്ങ് വലിയ ശക്തി പ്രയോഗിക്കാനും ഭരിക്കാനും തുടങ്ങിയല്ലോ. ജനതകൾ രോഷാകുലരായി, അങ്ങയുടെ ക്രോധം സമാഗതമായി. മരിച്ചവരെ വിധിക്കാനും അങ്ങയുടെ ദാസരായ പ്രവാചകന്മാർക്കും വിശുദ്ധർക്കും അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്ന ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം നൽകാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുമുള്ള സമയവും സമാഗതമായി. 24 ശ്രേഷ്ഠന്മാർ, അവരെ നമ്മൾ കാണുമ്പോഴെല്ലാം അവർ സിംഹാസനത്തിൽ ഇരിക്കുന്നവരായിട്ടാണ് കാണപ്പെടുന്നത്. അത് അവർക്ക് ദൈവസന്നിധിയിലുള്ള മഹത്വത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയും അധികാരത്തിൻ്റെയും സൂചനയായിട്ടാണ് നമ്മൾ കാണുന്നത്. അവർ ദൈവസന്നിധിയിൽ വലിയ വിലയുള്ള മനുഷ്യരാണ്. പക്ഷേ അവർ ഈ മഹിമയുടെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവർ തങ്ങളുടെ ഐഡൻറ്റിറ്റി, തങ്ങൾ ആരാണ് എന്ന് സ്വയം നിർവചിച്ചത് തങ്ങൾ ആരാധകരാണ് എന്നതാണ്. അവർ ദൈവത്തെ സാഷ്ടാംഗം കുമ്പിട്ട് പ്രണമിച്ച് ആരാധിക്കുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിച്ചെടുക്കേണ്ട മഹത്തായ ഒരു സത്യമാണിത്, മൂല്യമാണിത്. ക്രിസ്തീയാത്മീയ മണ്ഡലത്തിൽ നമുക്ക് ദൈവം ചിലപ്പോൾ മഹിമ കൂടുതലുള്ള സ്ഥാനങ്ങൾ തന്നെന്ന് വരാം. ആത്മീയ ലോകത്തിൽ ദൈവം നമ്മളെ കുറെ കൂടി മെച്ചപ്പെട്ട ശുശ്രൂഷ സ്ഥാനങ്ങൾ നൽകിയെന്ന് വരാം. അവിടെയെല്ലാം ദൈവമനുഷ്യർ തിരിച്ചറിയുന്ന ഒരു സത്യം ഈ 24 ശ്രേഷ്ഠന്മാർ ഹൃദയത്തിൽ ആവാഹിച്ച അതേ സത്യമാണ്. ദൈവം എന്തെല്ലാം മഹിമയും മഹത്വവും പുകഴ്ചയും നേട്ടങ്ങളും അഭിമാനിക്കാൻ ഉതകുന്ന കാര്യങ്ങളുമൊക്കെ തന്നാലും അടിസ്ഥാനപരമായി തങ്ങൾ എല്ലാ കാര്യത്തിൻ്റെയും മഹത്വം ദൈവത്തിൻ്റെ പാദത്തിൽ വെക്കേണ്ട ആരാധകർ മാത്രമാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എവ്രി വൺ ഇൻ ദ ചേർച്ച് ഈസ് എ വർഷിപ്പർ. എല്ലാം കഴിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിർത്തി പറയാൻ ഒരേ ഒരു വാചകമേ ഉണ്ടാകാവൂ, ഞങ്ങൾ ആരാധകരാണ്. എല്ലാ സ്ഥാനങ്ങളും മനുഷ്യരുടെ മുമ്പിൽ മാത്രമാണ്. ബട്ട് ഇൻ എസൻസ് എല്ലാ മനുഷ്യരും ആരാധകരാണ്. എവ്രി വൺ ഈസ് എ വർഷിപ്പർ. ആ ശ്രേഷ്ഠന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, സർവശക്തനും ദൈവവുമായ കർത്താവേ, ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവേ. അവർ പറയുകയാണ്, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വാക്ക് നമ്മൾ കുറെ കൂടി ഒന്ന് സാവകാശത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് മുന്നോട്ട് പോകുന്നതിന് മുമ്പ്. ഐ ഗിവ് താങ്ക്സ് ഓർ വി ഗിവ് താങ്ക്സ്. ഇതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യുക്കാരിസ്തയോ എന്ന വാക്കാണ്. EUCHARISTEO, യുക്കാരിസ്തയോ എന്ന വാക്ക്. വെളിപാട് പുസ്തകത്തിൽ ആകെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ മാത്രമാണ്. വിശ്വാസികളെ സംബന്ധിച്ച് ഈ വാക്കിന് വളരെ പ്രത്യേകതയുള്ള ഒരർത്ഥമാണുള്ളത്. യുക്കാരിസ്തയോ, യുക്കരിസ്റ്റ്, വിശുദ്ധ കുർബാന. ശ്രേഷ്ഠന്മാർ ദൈവത്തിന് നന്ദി പറയുന്ന കാര്യം പറയുമ്പോൾ വെളിപാട് പുസ്തകം ഈ വാക്ക് ഉപയോഗിച്ചത് ഏത് കോണ്ടെക്സ്റ്റിലാണ്, ഏത് പശ്ചാത്തലത്തിലാണ്? ദൈവത്തിൻ്റെ മനുഷ്യനെ രക്ഷിക്കാനായുള്ള
ആ ദൈവ പദ്ധതി പൂർത്തിയായതിന് നന്ദി പറയുമ്പോഴാണ് ഈ വാക്ക് വെളിപാട് പുസ്തകം ഉപയോഗിക്കുന്നത്. രക്ഷാകര പദ്ധതി ദൈവം പൂർത്തിയാക്കിയതിന് നന്ദി പറയാനാണ് യൂക്കാരിസ്തയോ എന്ന വാക്ക് വെളിപാടിൽ ഉപയോഗിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഓരോ വിശുദ്ധ കുർബാനയും എന്താണ് എന്നതിൻ്റെ മനോഹരമായ ഒരു പ്രബോധനം ഇവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. Our Eucharistic celebration is our thanksgiving for the entire plan of salvation. ദൈവം നമ്മെ രക്ഷിക്കാനായി ഈ ഭൂമിയിൽ നിർവഹിച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള സഭയുടെ നന്ദി പ്രകാശനം കൂടിയാണ് വിശുദ്ധ കുർബാന. മാത്രമല്ല, ഈ യൂക്കാരിസ്തയോ എന്ന വാക്ക് ഉപയോഗിച്ചത് ആരാണ്? ശ്രേഷ്ഠന്മാരാണ്. ശ്രേഷ്ഠൻ എന്ന മലയാള വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എൽഡർ എന്നാണ്. മൂപ്പൻ, ശ്രേഷ്ഠൻ. അതിൻ്റെ ഗ്രീക്ക് വാക്ക്, യോഹന്നാൻ ഒറിജിനലി എഴുതിയ വാക്ക് പ്രസ്ബിറ്ററോസ് എന്നാണ്. പ്രസ്ബിറ്ററോയ്. ഈ പ്രസ്ബിറ്ററോയ് അല്ലെങ്കിൽ പ്രസ്ബിറ്ററോസ് സിംഗുലറും പ്ലൂറലുമാണത്. പ്രസ്ബിറ്ററോസ് സിംഗുലറും പ്രസ്ബിറ്ററോയ് പ്ലൂറലും. അപ്പോൾ ഈ പ്രസ്ബിറ്ററോസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ നിന്നാണ് പ്രീസ്റ്റ് എന്ന ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് വാക്കുകൾ അടുത്തടുത്ത് കാണുകയാണ്. ഒന്ന് യൂക്കരിസ്റ്റ്, രണ്ട് പ്രീസ്റ്റ്. ഓരോ ദിവസവും സഭയിലെ എൽഡർമാർ, ശ്രേഷ്ഠന്മാർ, പുരോഹിതന്മാർ, പ്രീസ് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അത് സഭയുടെ നന്ദി പ്രകാശനമാണ്. നമ്മൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതുകൊണ്ടാണ് ഇത് നന്ദിയുടെയും സ്തോത്രത്തിൻ്റെയും ബലിയാണ് എന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പല വിധത്തിൽ പലയിടങ്ങളിൽ ആവർത്തിക്കുന്നത്. ഇങ്ങനെ ദൈവം രാജാവായി മാറി തൻ്റെ രക്ഷ പൂർത്തിയാക്കിയത്, അല്ലെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ രാജ്യം പൂർത്തിയാവുന്നത്, ഈ നിമിഷങ്ങളെക്കുറിച്ച് പഴയ നിയമത്തിലുള്ള ചില ഭാഗങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ കൂടുതൽ വായനയ്ക്കായിട്ട് തരികയാണ്. ഞാനത് വായിക്കുന്നില്ല. നിങ്ങൾ ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ബൈബിളെടുത്ത് ഈ ഭാഗം വായിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയാൽ കുറെ കൂടി വെളിപാടിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് വ്യക്തത കിട്ടും. അത് 93 മുതൽ 99 വരെയുള്ള സങ്കീർത്തന ഭാഗമാണ് ആദ്യത്തേത്. വായിക്കേണ്ട ഭാഗം 93 സങ്കീർത്തനം മുതൽ 99 സങ്കീർത്തനം വരെ. അതുപോലെ തന്നെ യേശയ്യാ പ്രവചനം 24 അധ്യായം 23 യേശയ്യ 24, 23 അതും വായിക്കണം. പിന്നീട് സങ്കീർത്തനം 96 10, 12, 13 വാക്യങ്ങൾ കൂടി വായിക്കണം. സങ്കീർത്തനം 96 10, 12, 13 വാക്യങ്ങൾ കൂടി വായിക്കണം. ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഈ ഭാഗങ്ങൾ കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കുന്നതിന് സഹായകരമായ ചില പഴയ നിയമ ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് 93 സങ്കീർത്തനം മുതൽ 99 സങ്കീർത്തനം വരെ, പിന്നെ യേശയ്യ 24, 23, പിന്നെ 96 സങ്കീർത്തനം 10, 12, 13 ഈ വാക്യങ്ങൾ കൂടി വായിച്ചാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾക്ക് കുറെ കൂടി വ്യക്തത കിട്ടും. ഞാൻ ഒരു ഭാഗം മാത്രം വായിക്കാം. 96 സങ്കീർത്തനത്തിൻ്റെ 10, 12, 13. 96 സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് കർത്താവ് രാജാവും വിധികർത്താവും എന്നാണ്. അതിൻ്റെ 10ാമത്തെ വാക്യം, ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ, കർത്താവ് വാഴുന്നു, ലോകം സുസ്ഥാപിതമായിരിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല, അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും. വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ, അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ ആനന്ദഗീതം ഉതിർക്കും. എന്തെന്നാൽ അവിടുന്ന് വരുന്നു, അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു, അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും. നോക്കുക, എത്ര മനോഹരമായി പഴയ നിയമത്തിൽ ഈ ക്രിസ്തുവിൻ്റെ രാജ്യം പൂർത്തിയാകുന്നതിനെക്കുറിച്ച്, അവിടുന്ന് വിധിയാളനായി വരുന്നതിനെക്കുറിച്ച് സങ്കീർത്തകൻ പ്രവചിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ യെശയ്യാ പ്രവചനം കൂടി വായിക്കാം. യെശയ്യാ പ്രവചനത്തിൻ്റെ 24 അധ്യായം 23 വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ 24, 23. 24 അധ്യായത്തിൻ്റെ തലക്കെട്ട് ഭൂമിയുടെ മേൽ വിധി എന്നാണ്. POC ബൈബിളിൽ ഭൂമിയുടെ മേൽ വിധി. യെശയ്യാ 24, 23 ഇങ്ങനെയാണ്: അപ്പോൾ ചന്ദ്രൻ ഇരുളുകയും സൂര്യൻ മുഖം പൊത്തുകയും ചെയ്യും. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് സിയോൻ പർവ്വതത്തിൽ ഭരണം നടത്തും. ജെറുസലേമിലും അതിൻ്റെ ശ്രേഷ്ഠന്മാരുടെ മുൻപിലും, നിങ്ങൾ ശ്രദ്ധിച്ചോ, ജെറുസലേമിലും അതിൻ്റെ ശ്രേഷ്ഠന്മാരുടെ മുൻപിലും
തൻ്റെ മഹത്വം അവിടുന്ന് വെളിപ്പെടുത്തും. നിങ്ങൾ മനസ്സിരുത്തി പഴയ നിയമം വായിക്കുകയാണെങ്കിൽ പലയിടങ്ങളിൽ ഇതുപോലെ ഈ വെളിപാട് പുസ്തകത്തിൽ 7-ാം കാഹളം മുഴങ്ങുമ്പോൾ പൂർത്തിയാകുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ സംഭവങ്ങൾ അനേക ഇടങ്ങളിൽ പ്രവചനങ്ങളായി ബൈബിളിലെ പഴയ നിയമത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 16-ാമത്തെ വെളിപാട് 11-16 മുതൽ ഒരിക്കൽ കൂടി വായിക്കുകയാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിലിരിക്കുന്ന 24 ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം പ്രണമിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എന്തെന്നാൽ അങ്ങ് വലിയ ശക്തി പ്രയോഗിക്കാനും ഭരിക്കാനും തുടങ്ങിയല്ലോ. ജനതകൾ രോഷാകുലരായി. അങ്ങയുടെ ക്രോധം സമാഗതമായി. മരിച്ചവരെ വിധിക്കാനും അങ്ങയുടെ ദാസരായ പ്രവാചകന്മാർക്കും വിശുദ്ധർക്കും അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്ന ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം നൽകാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുമുള്ള സമയവും സമാഗതമായി. അതുകൂടി ഞാനൊന്ന് വിശദീകരിച്ചിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. സമയവും സമാഗതമായി. ദ ടൈം ഹാസ് കം. വെളിപാട് പുസ്തകം മുഴുവൻ പറയാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ ഇതിവൃത്തം, അതിൻ്റെ തീം സത്യത്തിൽ സമ്മറൈസ് ചെയ്യുകയാണ്, സംഗ്രഹിക്കുകയാണ് ഈ സമയം സമാഗതമായി എന്ന് പറയുന്ന ആ വാക്യം, 18-ാമത്തെ വാക്യം. ദൈവം വരുമെന്ന് അനേക ഇടങ്ങളിൽ പഴയ നിയമത്തിലെ പ്രവചനങ്ങളിൽ ഇത് സൂചിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ദൈവം പ്രതികാരം ചെയ്യാൻ വരും, ദൈവം ജനതകളെ വിധിക്കാൻ വരും. 2, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പ്രതിഫലം തരാൻ ദൈവം വരും. ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രതിഫലത്തിൻ്റെ ദിനവും ആഗതമാകും. അത് നമ്മൾ പഴയ നിയമത്തിലെ ഒരു വാക്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒന്ന് അത് വായിച്ച് കേൾപ്പിക്കാം. നമുക്കത് യെശയ്യാ പ്രവചനത്തിൽ നിന്ന് വായിക്കാം. യെശയ്യാ പ്രവചനത്തിൻ്റെ 61-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. യെശയ്യാ 61:1 മുതൽ. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആശ്വാസവും അതുപോലെ തന്നെ ഇത് അതേസമയം തന്നെ പ്രതികാരത്തിൻ്റെ ദിനം കൂടിയും ആണ്. മറ്റൊരു വാക്യം യെശയ്യായിൽ നിന്ന് നമ്മൾ വായിക്കുകയാണ്. യെശയ്യാ 35. അതിൻ്റെ തലക്കെട്ട് ഐശ്വര്യപൂർണമായ ഭാവി എന്നാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുകയാണ്. യെശയ്യാ 35:3 മുതൽ. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. ഈ 2 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, ഇതൊരു പ്രതികാര ദിനമാണ്, വിധിയുടെ ദിനമാണ്. അതുപോലെ തന്നെ ഇത് ഒരു പ്രതിഫലത്തിൻ്റെ ദിനമാണ്. അപ്പോൾ പ്രതികാരത്തിനും പ്രതിഫലത്തിനുമുള്ള സമയം സമാഗതമായി. അതാണ് 18-ാം വാക്യത്തിൻ്റെ സംഗ്രഹം. അതുപോലെ തന്നെ ഇവിടെ സങ്കീർത്തനം 2 വീണ്ടും റെഫർ ചെയ്തിട്ടുണ്ട്. ജനതകൾ രോഷാകുലരായി എന്നത്. ഇത് ദൈവം മനുഷ്യരെ വിധിക്കുന്ന അന്ത്യവിധിയുടെ സമയം കൂടി ആണ്. ആൻഡ് ഗോഡ് ഈസ് ഗിവിങ് ഹിസ് റിവാർഡ് ടു ഹിസ് സെർവൻസ് ആൻഡ് ഈസ് ജഡ്ജിങ് ഹിസ് എനിമീസ്. പ്രതികാരത്തിൻ്റെയും പ്രതിഫലത്തിൻ്റെയും ആ ദിനം. പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വെളിപാടിലെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി 11-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളും 12ഉം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മയെക്കുറിച്ചും സഭയെക്കുറിച്ചുമുള്ള ചില വെളിപ്പെടുത്തലുകൾ കൂടി നമുക്ക് ലഭിക്കും. അതുകൊണ്ട് സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ വിട്ടുമാറാതെ വിട്ടുപോകാതെ വചനപഠനത്തിൽ തുടരുക. എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ പിന്നിലായെങ്കിൽ വർദ്ധിതമായ ഉത്സാഹത്തോടെ കൂടെ വരാൻ ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നു. കാണുന്നത് വരെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡാനിയേലച്ചൻ. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിരന്തരമായി ഞങ്ങളെയും ചേർത്ത് വെക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും കാണുന്നത് വരെയും ദൈവം കൃപയിൽ നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. ആമേൻ.